നമസ്കാരം. ആലത്തൂർ എട്ടക്കുളത്തുള്ള അമാന ടയോട്ടയിലാണ്. ഇത് വേണ്ട ഹൈലക്സ് എന്നൊരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഒരു വാഹനം എടുക്കാനൊരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ നേരെ വിട്ടോ ആലത്തൂർ എട്ടക്കുളത്തുള്ള അമാന ടയോട്ടയിൽ. കാരണം ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു വാഹനം ഉള്ളവരാണെങ്കിൽ അത് മാറ്റി വേറെ വാഹനം എടുക്കാൻ അതിനുള്ളൊരു സൗകര്യം ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പുതിയ വാഹനം വാങ്ങുന്നു, ടയോട്ട എന്ന കമ്പനീനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. അടിപൊളി ക്വാളിറ്റി എൻജിനാണ്. അതുപോലെ തന്നെ എല്ലാം അടിപൊളിയാണ്. ടയോട്ടയെ കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അമാന ടയോട്ട നമ്മുടെ അടുത്തുണ്ട്. വടക്കഞ്ചേരി, ആലത്തൂർ ഈ സമീപ പ്രദേശത്തുള്ളവർക്കൊക്കെ വന്ന് ജസ്റ്റ് ഒന്നൊരു വണ്ടീനെ കുറിച്ച് അന്വേഷണം നടത്താൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം ഏത് വണ്ടി വേണമെങ്കിലും ടെസ്റ്റ് ഡ്രൈവിനുള്ളൊരു സൗകര്യങ്ങൾ, അത് മാത്രമല്ല വലിയൊരു ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നേരിട്ട് എന്തായാലും ചോദിച്ചറിയാം. അപ്പോൾ നമുക്കിപ്പം അമാന ടയോട്ടയുടെ ആലത്തൂർ ഷോറൂമിലെ മാനേജർ സാർ. നമസ്കാരം രാജേഷ് സാർ. എങ്ങനെയുണ്ട്? അതായത് GSTയുടെ ഒരു കുറവ് വന്നപ്പോൾ ശരിക്കും ഒരു കാർ മേഖലയെ ഉണർത്തി എന്ന് പറയാം അല്ലേ? എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു അതായത് വാഹനം എടുക്കുന്നതിനോടുള്ളൊരു താല്പര്യം? വാഹനത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് GSTയിൽ നമുക്ക് സബ് 4 മീറ്റർ മോഡൽസ് ഒക്കെ ആണെങ്കിൽ നല്ല പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലുള്ള മോഡൽസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫോർച്യൂണർ പോലുള്ള അല്ലെങ്കിൽ ഐക്രോസ് പോലുള്ള മോഡൽസിന് നല്ല പ്രൈസ് കുറവ് വന്നു. ശരിക്കും ഒരു ബയർ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം തന്നെയാണ്. ഓൾറെഡി ഇപ്പോൾ ഇയർ എൻഡിങ് ആയതോടുകൂടി നമുക്ക് നിറയെ ഓഫേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ GSTയുടെ കുറവും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം നല്ലൊരു സമയം തന്നെയാണ് പുതിയ വണ്ടി വാങ്ങാനായിട്ട്. കസ്റ്റമർക്ക് നല്ല പർച്ചേസ് ചെയ്യാൻ പറ്റിയ സമയം തന്നെയാണ്. ഇപ്പോൾ ടയോട്ടനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാനും ഒരു AC മെക്കാനിക്കാണ്. AC-യുടെ ക്വാളിറ്റിയെ കുറിച്ച് എനിക്കറിയാം. ഇന്നോവയൊന്നും ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടയോട്ടയുടെ മൂവിങ്ങുള്ള വണ്ടി ഏതാണ്? നമുക്ക് ശരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മോഡൽ ഹൈ റൈഡർ എന്നുള്ള ഹൈബ്രിഡ് മോഡലാണ്. അതിൻ്റെ ഏറ്റവും പ്ലസ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് മൈലേജ് തന്നെയാണ്. ഒരു ഹൈബ്രിഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. അതിൽ നമുക്ക് 27.97 മൈലേജ് പറയുന്നത്. പിന്നെ നമുക്ക് ടൊയോട്ട ബേസിക്കലി എപ്പോഴും ലോവസ്റ്റ് മെയിൻ്റനൻസ് മോഡലാണ്. വളരെ കോസ്റ്റ് കുറവാണ് മെയിൻ്റനൻസിന് വരിക. പിന്നെ മാർക്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ റീസെയിൽ കിട്ടുന്ന ഒരു മോഡലാണ്. ഇപ്പം ബേസിക്കലി ടൊയോട്ട പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ പിന്നീടാണെങ്കിലും ഇത് ഒരു പൈസ അധികം കൊടുക്കുമ്പോൾ നഷ്ടം വരാത്ത രീതിയിലുള്ള ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ കൂടുതൽ പേര് പ്രിഫർ ചെയ്യുന്ന ഒരു മോഡലാണ്. പിന്നെ ബേസിക്കലി എപ്പോഴും പുതിയ വണ്ടി എടുക്കുന്നതാണ് ഒരാൾ ഇപ്പോൾ ഈ സമയത്തൊക്കെ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പുതിയ വണ്ടികൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 5 വർഷം ഭയങ്കര മെയിൻ്റനൻസ് കുറവായിരിക്കും. പിന്നെ ആദ്യത്തെ 5 വർഷം നമുക്ക് വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരില്ല. പിന്നെ ഒരു ആദ്യത്തെ 5 വർഷം ഉപയോഗിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് റീസെയിൽ പ്രൈസ് കിട്ടുന്നതും ആദ്യത്തെ 5 വർഷമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ആദ്യത്തെ 5 വർഷം തന്നെയാണ് ഉണ്ടായിരിക്കുക. പിന്നെ ആദ്യത്തെ 5 വർഷം എല്ലാ മാനുഫാക്ചേഴ്സും അപ്രോക്സിമേറ്റ് വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ടൈം തന്നെയാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ ഇപ്പോൾ ഈ വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചില മോഡൽസിന് ഓഫേഴ്സായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ ഇപ്പോൾ ഹൈലക്സ് എന്നുള്ളൊരു വാഹനം കണ്ടു. എന്താണ് അതിൻ്റെ ഒരു സവിശേഷത? ഹൈലക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1968 ലോഞ്ച് ചെയ്ത ഒരു മോഡലാണ്. നമ്മളിപ്പോൾ അത് വിറ്റുകൊണ്ടിരിക്കുന്നത് 8th ജനറേഷൻ എന്നാ പറയും. നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ എസ്പെഷ്യലി NRI കസ്റ്റമേഴ്സിനോടൊന്നും നമ്മൾ അധികം ഹൈലക്സിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മളെക്കാൾ കൂടുതൽ ഹൈലക്സിനെ കുറിച്ച് അവർക്ക് അറിയാം. അപ്പോൾ അതൊരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പാണ്. അതേപോലെ തന്നെ 4x4 മറ്റേ കേപ്പബിൾ ആയിട്ടുള്ള ഓഫ് റോഡറാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഹൈലക്സിന് പോസിറ്റീവായിട്ട് ഒരു കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡൽ തന്നെയാണ്. ഇന്ത്യയിൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ആണ് ലോഞ്ച് ചെയ്ത് നിറയെ വിൽക്കപ്പെടുന്ന ആ സെഗ്മെന്റ് വിൽക്കപ്പെടുന്ന ഒരു മോഡൽ തന്നെയാണ്. ഹൈലക്സിനൊക്കെ ഏകദേശം എത്രത്തോളം ഓഫർ വരും? ഹൈലക്സിന് ഈ ചില മാസങ്ങളിൽ നമുക്ക് നല്ല ഓഫേഴ്സ് അവൈലബിൾ ആണ്. 100% ഓഫേഴ്സ് നമുക്ക് മറ്റേ 2 to സംടൈം ചില കളറിന് ഡിപ്പെൻഡബിൾ ആയിട്ട് കയറി ഇറങ്ങി കൂടുതൽ ഓഫറുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മുടെ പ്രേക്ഷകർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ കൂടി ഒരു ടെസ്റ്റ് ഡ്രൈവിനുള്ളൊരു സൗകര്യം എല്ലാ വാഹനത്തിനും ചെയ്തു കൊടുക്കാനുള്ള നമുക്ക് എപ്പോഴും നമ്മളുടെ അടുത്ത് ഇവിടെ ടെസ്റ്റ് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. ഏത് വണ്ടിയാണെങ്കിലും ഇപ്പോൾ വണ്ടി എടുക്കാൻ പ്ലാനുള്ള ആരുണ്ടെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെഹിക്കിൾ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വേണം ഏത് വണ്ടി. അപ്പോൾ ഏത് കസ്റ്റമർ വന്നാലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ മോഡൽസിലും ഞങ്ങൾക്ക് പിന്നെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾസിലാണ്. ഇപ്പം പ്രീമിയം മോഡൽസായ ഹൈക്രോസ്, ഫോർച്യൂണർ, ലാൻഡ് ക്രൂയിസർ എല്ലാ മോഡൽസിലും ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. കസ്റ്റമർ വരികയാണെങ്കിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ടെസ്റ്റ് ഡ്രൈവ്. ഏകദേശം എത്ര വർഷമായി നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമാണ് ആയിട്ടുള്ളത്. ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ട്. ഏരിയയിൽ ആളുകൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ആൾക്കാർ നന്നായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ് നമുക്ക് നിങ്ങളുടെ ചാനൽ ത്രൂ ഉള്ള ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഞങ്ങളത് നമ്മുടെ ചാനൽ കണ്ടുവരുന്നവർ നിർബന്ധമായും പറഞ്ഞിരിക്കണം, എന്തായാലും ഓഫർ നിർബന്ധമായി ഇവരെ കൊണ്ട് വാങ്ങിക്കണം. ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്, കുഴപ്പമില്ല, ചെയ്തു കൊടുക്കാം, അതിനെന്താ ചെയ്തു കൊടുക്കാം. അതുപോലെ ഇന്നോവ ക്രിസ്റ്റ ആ റേഞ്ചിലുള്ള വണ്ടികളൊക്കെ ഇന്നോവ ക്രിസ്റ്റ നമുക്ക് ഡീസൽ വേരിയന്റിലാണ് ഉള്ളത്. 100% ഇപ്പോൾ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല. പിന്നെ ഹൈക്രോസ് ഉള്ള മോഡലാണ് അത്. ആ സെഗ്മെന്റിലെ തന്നെ ഇന്ത്യയിലെ ഹയസ്റ്റ് സെല്ലിംഗ് മോഡലാണ് ഒന്ന്. രണ്ടാമത് ആ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വെഹിക്കിൾ സെയിൽ ചെയ്യുന്ന ആൾക്കാരും ടൊയോട്ട തന്നെയാണ്. അപ്പോൾ അതിലും ഏറ്റവും പുതിയ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഹൈബ്രിഡ് ടെക്നോളജിയാണ്. അതിൽ 23.89 എന്നുള്ള ഒരു മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള മോഡലാണ്. എന്ന് വെച്ചാൽ വലിയ വെഹിക്കിൾസിൽ സാധാരണ എല്ലാവരുടെയും പ്രോബ്ലം മൈലേജ് കുറവായിരിക്കുന്നുള്ളതാണ്, ഈ 7 സീറ്റർ വെഹിക്കിൾസ് ഒക്കെ. അപ്പോൾ ഹൈക്രോസ് എന്നുള്ളത് അത് ഇതാണ്. നമുക്കത് കുറച്ച് ഡിമാൻഡായിട്ടാണ് പോകുന്നത്. നമുക്കൊരു 4 to 8 months ബുക്കിംഗ് പീരീഡ് ഉള്ള മോഡലാണ്. നന്നായി വിൽക്കപ്പെടുന്ന ഒരു മോഡലുമാണത്. ഇതിലെല്ലാവരുടെയും സ്വപ്നം എന്നുള്ളത് സ്വന്തമായൊരു പുതിയ വാഹനം എന്നുള്ളതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഒരു വാഹനം വാങ്ങണം എന്നൊരു മനസ്സിലൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക, ഇവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിരിക്കും, സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഒരു സെക്കൻഡ്സ് വാഹനം വാങ്ങാൻ പോവുകയാണെങ്കിൽ കൂടി ഇവിടെ ഒന്ന് അന്വേഷിക്കുക. നമുക്ക് പറ്റാവുന്ന ബഡ്ജറ്റിൽ എന്താ പറയുക അടച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം എടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരും. എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ചെയ്തു കൊടുക്കാം. വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഫിനാൻസ്, അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം. പിന്നെ ഞങ്ങൾക്ക് ഓൾ ഓവർ പാലക്കാട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. കസ്റ്റമറുടെ ഡോർ സ്റ്റെപ്പ് തന്നെ വെഹിക്കിൾ പിക്ക് ചെയ്ത് സർവീസ് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എല്ലാം ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ വരുമ്പോൾ അവർക്ക് വേണ്ട എല്ലാവിധ സാഹചര്യം. നമ്മളൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കാറാണെങ്കിൽ ടയോട്ട എന്നൊരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തായാലും സന്ദർശിക്കുക. അമാന ടയോട്ട ഇരട്ടക്കുളത്ത് ദേശീയപാതയിലാണ്, NH 544 ആലത്തൂരിനും അതുപോലെ ആലത്തൂർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന സിഗ്നൽ തന്നെയാണ് ഇടതുവശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അമാന ടയോട്ടയിലാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ വിശദമായി ഡീറ്റെയിൽ കിട്ടും. അതും അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി മൊത്തം നേരിട്ട് ഇവിടെ എത്തുക, വിശദമായി കാറിനെ കുറിച്ച് പറഞ്ഞു തരും. അതുപോലെ തന്നെ എങ്ങനെ നമുക്കൊരു കാർ എടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ വാഹനം കൊടുത്തുകൊണ്ട് വേറെ വാഹനം എങ്ങനെ വാങ്ങാം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അതല്ലെങ്കിൽ നേരിട്ട് ആലത്തൂർ ഇരട്ടക്കുളത്തുള്ള അമാന ടയോട്ട സന്ദർശിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വാർത്ത പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുത്രാദികൾക്കൊക്കെ തന്നെ അയച്ചു കൊടുക്കുക.